തെളിഞ്ഞ മനസ്സിൽ അറിവ് താനേ വിളങ്ങുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ? ശബരിയുടെ ഏകാഗ്രതയും മന്ത്രജപവും മനനവും കൊണ്ട് സിദ്ധികൾ ലഭ്യമാവുന്നതാണ്. എന്തൊക്കെയാണ് സിദ്ധികൾ ഗുരു? യോഗസിദ്ധികൾ അനേകമുണ്ടെങ്കിലും അഷ്ടസിദ്ധികൾ എന്ന് പേരുകേട്ടവ അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രഗാമ്യം, ഈശത്വം, വശിത്വം എന്നീ 8 എണ്ണമാണ്. ഇവയെല്ലാം എന്താണെന്ന് വ്യക്തമാക്കാമോ ഗുരു? അണിമ എന്നാൽ തന്നെ തന്നെയും മറ്റുള്ളതിനെയും ചെറുതാക്കാനുള്ള കഴിവാണ്. മഹിമ തന്നെ തന്നെയും മറ്റുള്ളതിനെയും ഇച്ഛാനുസരണം വലുതാക്കാനുള്ള കഴിവ്. ഗരിമ വസ്തുക്കളുടെ ഖനം കൂട്ടാൻ സാധിക്കുമ്പോൾ ലഘിമയാൽ ഖനം കുറയ്ക്കാനും സാധിക്കുന്നു. പ്രാപ്തി എന്നാൽ എവിടെയും പ്രവേശിക്കാൻ സാധിക്കുന്ന കഴിവാണ്. പ്രഗാമ്യം എന്തും കൈവരുത്തുവാനുള്ള കഴിവും. ഈശത്വം എല്ലാം നിയന്ത്രിക്കാനും വശിത്വം എല്ലാം വശീകരിക്കാനുള്ള കഴിവുമാണ്. അഷ്ടസിദ്ധികൾക്കപ്പുറം വേറെയും സിദ്ധികളുണ്ട്. അവ ഏതൊക്കെയാണ്? ശരീരത്തിൽ വിശപ്പ്, ദാഹം, ഉഷ്ണം, തണുപ്പ് എന്നിവ ഉണ്ടാകാതിരിക്കുക, ജരാനരകൾ ബാധിക്കാതിരിക്കുക, എത്ര ദൂരത്തേക്കും കാണാനും കേൾക്കാനുമുള്ള കഴിവ്, മനോവേഗത്തിൽ എവിടെയും സഞ്ചരിക്കാനുള്ള കഴിവ്, ഏത് രൂപവും സ്വീകരിക്കാനും പരകായ പ്രവേശത്തിനുമുള്ള ശക്തി, സ്വച്ഛന്ത മൃത്യു, ദേവകളെ കാണാനുള്ള ശക്തി, സങ്കല്പങ്ങൾ സാധ്യമാക്കാനുള്ള ശക്തി, ആജ്ഞാശക്തി, എവിടെയും പോകാൻ തടസ്സമില്ലായ്മ, ത്രികാലജ്ഞാനം, അഭേദബുദ്ധി, പരഹൃദയജ്ഞാനം, അഗ്നി, വിഷം, ജലം എന്നിവയുടെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കാനുള്ള ശക്തി, തോൽവിയില്ലായ്മ. ഇപ്രകാരം എണ്ണിയാലൊടുങ്ങാത്ത സിദ്ധികൾ യോഗചര്യയിലൂടെ പ്രാപ്തമാവുമെങ്കിലും ഇവയെല്ലാം ഈശ്വരനിൽ തന്നെ അർപ്പിച്ച് ഉപേക്ഷിക്കേണ്ടതാകും. അതിന് കാരണം എന്താണ് ഗുരു? യോഗസിദ്ധികളുടെ പ്രദർശനം മറ്റുള്ളവരിൽ അത്ഭുതവും അസൂയയും ഉളവാക്കുകയും സിദ്ധൻ അഹങ്കാരിയായി സ്വലക്ഷ്യം മറക്കുകയും ചെയ്യും. അതിനാൽ സിദ്ധികൾ ഈശ്വരനിൽ തന്നെ അർപ്പിച്ച് മോക്ഷപ്രാപ്തിക്കായി സാധനകൾ തുടരുക. എല്ലാം അവിടുത്തെ അനുഗ്രഹം. മംഗളം ഭവിക്കട്ടെ. ഗുരുജി, അങ്ങ് എന്താണെന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയൂ ഗുരുജി. പ്രഭാത വന്ദനത്തിന് ശേഷം ഈ നേരം വരെ
അങ്ങ് അന്നപാനാദികൾ ഏതും കഴിച്ചിട്ടില്ലല്ലോ. അങ്ങേക്കൽപ്പം ജലമെങ്കിലും കൊണ്ടുവരട്ടെ. ഇങ്ങനെ ഒരവസ്ഥയിൽ ഗുരുവിനെ ഇന്നേ വരെ കണ്ടിട്ടേയില്ല. എന്തേ നന്ദിനി പാല് ചുരുത്താൻ ഇത്ര താമസം? എന്തു പറ്റിയുണ്ടോ? അഭിഷേകനം പോലെ. ശബരിമാത ശബരിമാത, ഗുരുജി ആകെ അവശനാണ്. എനിക്കാകെ പേടി തോന്നുന്നു. വരൂ. ഗുരു, നന്ദിനി പശു പാൽ ചുരത്തുന്നില്ല അല്ലേ? അതെ, ധാര പോലെ കണ്ണീർ പൊഴിക്കുന്നു. നന്ദിനി എന്തോ കടുത്ത പ്രയാസം അനുഭവിക്കുന്ന പോലെ തോന്നുന്നു. അത് സ്വാഭാവികം മാത്രം. പ്രപഞ്ചത്തിലെ ഒരു ചലനം പോലും ഏറ്റവും വേഗം തിരിച്ചറിയാൻ കഴിയുന്നത് തരുലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കുമാണ്. നന്ദിനി പാൽ ചുരത്താത്തതിനും കാരണമുണ്ട്. ഇന്ന് ദക്ഷിണായനകാലം കഴിഞ്ഞ് ഉത്തരായനം തുടങ്ങുന്ന ദിവസം. ഇന്നേ ദിവസം സംക്രമണ സമയത്ത് നാം മഹാസമാധിയാവാൻ പോവുകയാണ്. ഗുരുജി, അങ്ങ് ഞങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണോ? ഉപേക്ഷിക്കുന്നത് ദേഹമാണ്. ദേഹം സ്വീകരിച്ച ജീവൻ ഒരു നാൾ അത് ഉപേക്ഷിച്ചു തന്നെയാവണം. യോഗസമാധിയിൽ ആകെ 8 നിലകളുണ്ട്. അതിൽ പരമോന്നത നിലയാണ് മഹാസമാധി. സമാധി നില ഒരാനന്ദമയമായ സ്ഥിതിയാണ്. സമാധി ഒരിക്കലും മൃത്യുവല്ല. എങ്കിലും ദേഹം വേർപിട്ട് ആത്മാവ് പരമാത്മാവിൽ വിലയം പ്രാപിക്കും. നമ്മുടെ ആശ്രമാചാരപ്രകാരം ദേഹി അഗ്നിയിൽ പ്രവേശിച്ച് സമാധി നിലയിലെത്തണം. ആയതിനാൽ നമ്മുടെ ആശ്രമ പരിസരത്ത് ചിത തീർക്കണം. മഹാസമാധിയാവേണ്ട മുഹൂർത്തത്തിൽ നാം അഗ്നിയിൽ പ്രവേശിക്കും. അതിനു മുമ്പ് ഒരു പ്രധാന കാര്യം നാം ശബരിമാതയെയും മറ്റ് ശിഷ്യരെയും അറിയിക്കുകയാണ്. ഇനി മുതൽ ശബരിമാതയാവണം ഈ ആശ്രമത്തിലെ പ്രധാന ആചാര്യ. നമ്മുടെ ആശ്രമത്തിലെ ആചാരമര്യാദകൾ ശബരിമാതയുടെ നേതൃത്വത്തിലാവണം പരിപാലിക്കേണ്ടത്. സമാധി മുഹൂർത്തം സമാഗമമാകാൻ ഇനി നാഴികകൾ മാത്രമേ. എത്രയും വേഗം നമുക്കായി ചിതയൊരുക്കും. ശരി ഗുരുജി, വരൂ. മംഗളം ഭവിക്കട്ടെ. മോക്ഷമെന്നാൽ മോചനം. ദേഹം ത്യജിച്ച്
ദേഹി പരബ്രഹ്മത്തിൽ ലയിക്കുന്ന നിമിഷം. മരണത്തെ ഭയക്കരുത്, മരണത്തെക്കുറിച്ച് ദുഃഖിക്കുകയുമരുത്. ജനനമെന്നത് മിഥ്യയും മരണമെന്നത് സത്യവുമാണ്. യമനിയമാദികളോടെ അഭ്യാസം ചെയ്ത് പരിപക്വത വന്ന ചിത്തത്തിന് നിർമ്മലമായ സ്ഫടികത്തിനെന്ന പോലെ ധ്യേയവസ്തുവിൽ പരിപൂർണമായി ലയിച്ച് താദാത്മ്യം സംഭവിക്കുന്നു. ഈ അവസ്ഥയ്ക്കാണ് സമ്പ്രജ്ഞാത സമാധി എന്ന് പറയുന്നത്. അതിൽ ശബ്ദം, അർത്ഥം, ജ്ഞാനം ഇവയുടെ വികൽപ്പങ്ങളെ കൊണ്ട് സമ്പ്രജ്ഞാത സമാധി സങ്കീർണവും സവിതർക്കവുമായിത്തീരുന്നു. ശബ്ദാദിപ്രതീതി പൂർണ്ണമായും നശിച്ച് ചിത്തം ശുദ്ധമാകുമ്പോൾ അഥവാ സ്വരൂപശുദ്ധി ഉണ്ടാകുമ്പോൾ നിർവിതർക്ക സമാധി ഉണ്ടാകുന്നു. മൂലാധാരത്തിൽ നാഗരൂപത്തിൽ മൂന്നര ചുറ്റായി സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ച ഊർജശക്തിയായ കുണ്ഡലിനിയെ ഉണർത്തി സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ചക്രങ്ങളിലൂടെ ഉയർത്തി സപ്തചക്രമായ സഹസ്രാരത്തിലെത്തിച്ച് ഊർജത്തെയും പ്രാണനെയും പരമാത്മാവിൽ ലയിപ്പിക്കുന്നതാണ് മഹാസമാധി. ദേഹത്തെ പഞ്ചഭൂതങ്ങൾക്ക് സമർപ്പിച്ച് ദേഹിയെ പരമാത്മാവിൽ ലയിപ്പിക്കുന്നെങ്കിലും ശിഷ്യരുടെ സ്മരണമാത്രയിൽ ഗുരുവിന് സൂക്ഷ്മശരീരിയായി എത്തിച്ചേരാനും സംശയനിവൃത്തി നൽകാനും സാധിക്കുന്നതാണ്. അതിനാൽ നമ്മുടെ വിയോഗത്തിൽ ആരും ദുഃഖിക്കേണ്ടതില്ല. നശ്വരമായ ഈ പ്രപഞ്ചത്തിൽ അനശ്വരമായ ഒരേ ഒരു സത്യമേയുള്ളൂ. അത് പരമാത്മാവായ പരബ്രഹ്മം മാത്രമാണ്. സംക്രമസമയം സമാഗതമായിരിക്കുന്നു. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ.
പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം അവസാനം പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരണം. അത് പ്രകൃതി നിയമമാണ്. അത് അന്വർത്ഥമാക്കുകയായിരുന്നു മാതംഗമുനി. മാതംഗമുനിയുടെ ദേഹവിയോഗാനന്തരം ശബരിമാത ആശ്രമത്തിലെ പ്രഥമസ്ഥാനിയായി. ശബരിയുടെ ആശ്രമം ശബരി ആശ്രമം എന്നും ശബരി വസിച്ച മല ശബരിമലയെന്നും പിൽക്കാലത്ത് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ശബരിയുടെ ശാപമോക്ഷം പറയാം. മാതംഗമുനിയുടെ ദേഹവിയോഗാനന്തരം മാത്രമേ ശബരിക്ക് ശാപമോക്ഷകാലമാകൂ എന്ന് ഒരിക്കൽ അദ്ദേഹം തന്നെ ശബരിയോട് പറഞ്ഞിരുന്നല്ലോ. അതനുസരിച്ച് തൻ്റെ മോക്ഷദാതാവിനെയും പ്രതീക്ഷിച്ച് ശബരിമാത രാമമന്ത്രങ്ങൾ ഉരുവിട്ട് കാലം കഴിച്ചു. സത്പുത്രന്മാർ കുലങ്ങൾക്ക് കെടാവിളക്കുകൾ പോലെ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ